എടവനക്കാട് സ്വദേശി ജസ്ലിയ ജോൺസനെ കാറടിപ്പിച്ചു കൊന്ന ആ കേസിലേക്ക് പോവുകയാണ്. അതിൽ പ്രതി ഡോക്ടർ സിറിയക് ജോർജിനെ പിടികൂടാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. അതിനിടയിലാണ് പിതാവ് ജോർജ് മാത്യുവിനെ അറസ്റ്റ് ചെയ്തത്. മുൻകൂർ ജാമ്യം തേടി പ്രതി സിറിയക് കോട്ടയം സെഷൻസ് കോടതിയെ സമീപിച്ചിട്ടുണ്ട്. നവമി ദിനേശ് കൂടുതൽ വിവരങ്ങൾ നൽകും. നവമി, ഈ പിതാവിനെ അറസ്റ്റ് ചെയ്യാനുള്ള സാഹചര്യം അത് RC ഓണർ എന്നുള്ള മട്ടിൽ മാത്രമാണ്. എൽദോ, അത് മാത്രമല്ല, പ്രതിയായിട്ടുള്ള സിറിയക് ജോർജിനെ ഒളിവിൽ പോകാൻ സഹായിച്ചത് അച്ഛൻ ജോർജ് മാത്യു ആണെന്ന് പോലീസിന് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കോട്ടയം അതിരമ്പുഴയിലെ വീട്ടിലെത്തി പരിശോധന നടത്തിയെങ്കിലും വീട് പൂട്ടിയിട്ട നിലയിലായിരുന്നു. ഉടനെ തന്നെ പിതാവിനെ ഫോണിൽ ബന്ധപ്പെട്ടതിന് ശേഷം അങ്കമാലി പോലീസ് സ്റ്റേഷനിൽ വരാനായി ആവശ്യപ്പെട്ടു. ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് പിതാവിനെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയത്. സ്റ്റേഷനിലെത്തിയ പിതാവിനെ വിശദമായി ചോദ്യം ചെയ്തു. അതോടൊപ്പം തന്നെ പിതാവിന്റെ ഫോൺ പരിശോധിച്ചതിൽ നിന്നുമാണ് പ്രതിയായിട്ടുള്ള സിറിയക്കിനെ ഒളിവിൽ പോകുവാൻ സഹായിച്ചത് അച്ഛനാണെന്ന് മനസ്സിലാകുകയും ഇതേ തുടർന്നാണ് ഇന്ന് രാവിലെയോടുകൂടി അച്ഛൻ ജോർജ് മാത്യുവിന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തുകയും ചെയ്തത്. എന്തായാലും ഉച്ചയ്ക്ക് തന്നെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് നമുക്ക് അറിയാനായി സാധിച്ചത്. ഇന്നലെയും കുടുംബം വലിയ ആരോപണവുമായി രംഗത്ത് വന്നിരുന്നു. പോലീസിന്റെ അന്വേഷണത്തിലെ ഇഴഞ്ഞു നീക്കൽ, ആരെ സഹായിക്കാനാണ് പോലീസ് ഇത്തരത്തിൽ തന്റെ മകൾക്ക് നീതി ലഭിക്കാത്തത് എന്നീ ചോദ്യങ്ങളായിരുന്നു കുടുംബം പ്രധാനമായും ചോദിച്ചത്. പ്രത്യേക അന്വേഷണ സംഘത്തെ അടക്കം ഇതിൽ രൂപീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. സ്ഥലം MP-യും MLA-യും എല്ലാം ഇടപെട്ട് തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ വേഗതയിലുള്ളൊരു നടപടിയിലേക്ക് പോലീസ് കടന്നിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്തായാലും ഇന്ന് രാവിലെയോടുകൂടിയാണ് അച്ഛൻ ജോർജ് മാത്യുവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ജോർജ് മാത്യുവിന്റെ ഫോൺ പരിശോധിച്ചതിൽ നിന്നും പ്രതി സിറിയക് എവിടെയുണ്ട് എന്നുള്ള കൃത്യമായുള്ള സൂചനകളിലേക്ക് പോലീസ് എത്തിയിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ തിങ്കളാഴ്ച സിറിയക്കിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോട്ടയം സെഷൻസ് കോടതി പരിഗണിക്കുന്ന സാഹചര്യമായതിനാൽ ചിലപ്പോൾ ഇനി കോടതിയുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി വന്നതിന് ശേഷമായിരിക്കും അറസ്റ്റിലേക്ക് കടക്കുക എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും കോടതിയിൽ പോലീസ് നൽകുന്ന റിപ്പോർട്ട് സിറിയക്കിന് മുൻകൂർ ജാമ്യം നൽകരുത് എന്നത് തന്നെയായിരിക്കും. ജാമ്യത്തെ എതിർത്തുകൊണ്ടുള്ള ഒരു റിപ്പോർട്ട് തന്നെയായിരിക്കും പോലീസ് കോടതിയിൽ സമർപ്പിക്കുക, കോട്ടയം സെഷൻസ് കോടതിയിൽ സമർപ്പിക്കുക എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും എടവനക്കാട് സ്വദേശിയായിട്ടുള്ള ഈ പെൺകുട്ടിയുടെ മരണത്തെ തുടർന്ന് വലിയ പ്രതിഷേധം തന്നെയായിരുന്നു കോളേജിന്റെ ഭാഗത്തു നിന്നും കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ യുവജന സംഘടനകളുടെ ഭാഗത്തു നിന്നുമൊക്കെ വന്നിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് 6ാം ദിവസവും സിറിയക്ക് ഒളിവിലായിരിക്കുന്നു. പക്ഷേ പിതാവിനെയാണ് ഇപ്പോൾ അങ്കമാലി പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. നോമി, കുടുംബം ആ പെൺകുട്ടിക്ക് നീതി വേണമെന്നുള്ള അഭ്യർത്ഥനയുമായി ഇന്നലെ തന്നെ എത്തിയിരുന്നു. സുഹൃത്തുക്കൾ, നാട്ടുകാർ എല്ലാവരും ഒരേ സ്വരത്തിൽ, വിദ്യാർത്ഥി സംഘടനകളൊക്കെ ഈ പ്രതിയെ കണ്ടെത്താത്തതിലുള്ള രൂക്ഷമായിട്ടുള്ള വിമർശനം ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനിടയിലാണല്ലോ ഇപ്പോൾ പിതാവിനെ അറസ്റ്റ് ചെയ്യുന്നത്. ഇനി പിതാവിനെയും ഈ കേസിൽ പ്രതി ചേർക്കാനുള്ള സാധ്യതയുണ്ടോ? ഇനി ഇയാൾ കേരളം വിട്ടുപോയി എന്നുള്ള സൂചന നൽകുന്നുണ്ടോ ഈ അന്വേഷണ സംഘം? അന്വേഷണ സംഘം വ്യക്തമാക്കുന്നതനുസരിച്ച് പിതാവിന്റെ ഫോൺ പരിശോധിച്ചതിൽ നിന്നും സിറിയക്ക് എവിടെയാണ് എന്നതിലൊക്കെ കൃത്യമായിട്ടുള്ള സൂചന ലഭിച്ചിട്ടുണ്ട്. പക്ഷേ മുൻകൂർ ജാമ്യാപേക്ഷ നിലനിൽക്കുന്നതിനാലായിരിക്കും പോലീസ് ചിലപ്പോൾ അറസ്റ്റിലേക്ക് കടക്കാനുള്ളൊരു സാധ്യതയും കുറവാണ്. എന്തായാലും തിങ്കളാഴ്ച ഈ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ച ശേഷം അറസ്റ്റിലേക്ക് കടക്കാം, അല്ലെങ്കിൽ കോടതിയുടെ ഒരു വിധി വന്നതിന് ശേഷം തുടർ നടപടികളുമായി മുന്നോട്ട് പോകാനായിരിക്കും കോടതിയുടെ തീരുമാനം. പക്ഷേ സിറിയക്ക് എവിടെയുണ്ട് എന്നതിൽ പോലീസ് കൃത്യമായിട്ടുള്ളൊരു ഉത്തരം കണ്ടെത്തിയിട്ടുമുണ്ട്, സൂചന ലഭിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. അച്ഛനെ ചോദ്യം ചെയ്തതിൽ നിന്നും പോലീസിന് കൃത്യമായിട്ടുള്ള വിവരം ലഭിച്ചു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും പോലീസിന്റെ അടുത്ത നീക്കം ഇനി സിറിയക്കിന്റെ അറസ്റ്റിലേക്ക് തന്നെയാണോ എന്നതിൽ നമ്മൾ അല്പം കൂടി കാത്തിരിക്കേണ്ടി വരും. എന്തായാലും പോലീസ് അച്ഛന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. കുടുംബം ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ അതിരൂക്ഷമായിട്ടൊരു വിമർശനം തന്നെയായിരുന്നു പോലീസിനെതിരെ ഉന്നയിച്ചത്. ഈ പ്രതിയായിട്ടുള്ള സിറിയക്ക് ഒരു ഡോക്ടറാണ്, ഹൗസ് സർജനാണ്. അതോടൊപ്പം തന്നെ വലിയ സാമ്പത്തിക പിൻബലമുള്ളൊരു കുടുംബമാണ്. അതുകൊണ്ട് തന്നെയാണോ തൻ്റെ മകൾക്ക് നീതി ലഭിക്കാത്തത്? തൻ്റെ മകളുടെ മരണത്തിന് കാരണക്കാരനായിട്ടുള്ള ആളെ പിടികൂടാൻ പോലീസ് വൈകുന്നത് ഇതുകൊണ്ടാണോ എന്നൊരു ചോദ്യമായിരുന്നു കുടുംബം ഉന്നയിച്ചത്. വലിയ പ്രതിഷേധം തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ കുടുംബത്തിൻ്റെയും ഈ പെൺകുട്ടിയുടെ സുഹൃത്തുക്കളുടെയും ഒക്കെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ആദ്യം തന്നെ കുടുംബം ആരോപിക്കുന്നത് ഇതൊരു അവയവദാനം കൂടി നടന്നതുകൊണ്ട്, തൻ്റെ മകളുടെ അവയവം ദാനം ചെയ്തതുകൊണ്ട് മാത്രമാണ് ഈ വലിയ വാർത്താ പ്രാധാന്യം നേടിയത്, ആളുകൾ ഇത് ശ്രദ്ധിച്ചത്. മറിച്ചായിരുന്നെങ്കിൽ തൻ്റെ മകളുടെ കൊലപ്പെടുത്തി അല്ലെങ്കിൽ മകളുടെ
മരണത്തിന് കാരണക്കാരനായവരെ പോലീസ് സംരക്ഷിക്കുന്ന നിലപാട് തന്നെയായിരിക്കും. ആദ്യം തന്നെ ഈ അപകടം നടന്നതിന് ശേഷം പ്രതിയെക്കുറിച്ചുള്ള വിവരങ്ങൾക്ക് വേണ്ടി കുട്ടിയുടെ ബന്ധുക്കൾ അങ്കമാലി പോലീസ് സ്റ്റേഷനിൽ എത്തിയെങ്കിലും അവരുടെ ഭാഗത്ത് നിന്നും പോലീസിന്റെ ഭാഗത്ത് നിന്നും ഒട്ടും രസകരമായിട്ടുള്ള രീതിയിലായിരുന്നില്ല പെരുമാറ്റം. അവരുടെ വളരെ മോശമായിട്ടുള്ള പെരുമാറ്റമായിരുന്നു. ഈ വാഹനത്തിന്റെ അടക്കം ഫോട്ടോ എടുക്കുവാനോ പ്രതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ തേടിയിട്ടോ ഒന്നും തന്നെ പോലീസ് കൃത്യമായിട്ടുള്ളൊരു മറുപടി നൽകിയില്ല. പിന്നീട് രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് തുടർ നീക്കങ്ങളും പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കാനൊക്കെ പോലീസ് തീരുമാനിച്ചത്. അതിനപ്പുറത്തേക്ക് ഇതുവരേക്കും പോലീസ് ഈ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു എന്നതുപോലും മാധ്യമങ്ങളിലൂടെയാണ് അറിഞ്ഞത്. അതിനപ്പുറത്തേക്ക് തങ്ങളെ വന്ന് മൊഴിയെടുക്കുവാനോ വിശദാംശങ്ങൾ ചോദിച്ചറിയാനോ ഒന്നും തന്നെ പോലീസ് ഇപ്പോഴും തയ്യാറായിട്ടില്ല എന്ന് തന്നെ ഇന്നലെ കുടുംബം ആരോപിച്ചിരുന്നു. അങ്ങനെ വലിയ പ്രതിഷേധവും രാഷ്ട്രീയ സമ്മർദ്ദത്തിന്റെ ഉണ്ടായതിന് പിന്നാലെ തന്നെയാണ് പോലീസ് സിറിയക്കിന്റെ അച്ഛൻ ജോർജ് മാത്യുവിനെ അറസ്റ്റിലേക്ക് വരെ കടന്നിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്തായാലും അച്ഛന്റെ ഫോൺ പരിശോധിച്ചതിൽ നിന്നുമാണ് സിറിയക്കിന് ഒളിവിൽ പോകുവാൻ സഹായങ്ങൾ നൽകി എന്നത് മനസ്സിലായത്. അങ്ങനെ പ്രതിയെ ഒളിവിൽ പോകാൻ സഹായിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ജോർജ് മാത്യുവിന്റെ അറസ്റ്റ്. എന്തായാലും കേസിൽ ജോർജ് മാത്യുവിനെയും പ്രതി ചേർക്കാനാണ് സാധ്യത. ഒരു ജീവൻ രക്ഷിക്കേണ്ട ഡോക്ടർ തന്നെ ജീവൻ എടുക്കുന്ന സാഹചര്യങ്ങളിലേക്ക് വന്നപ്പോൾ വലിയ പ്രതിഷേധമുണ്ടായി. കുടുംബം പറയുന്നത് അങ്ങനെ ഒരു സംഭവിച്ചു, ഒരു അപകടമാണ്, അത് നിർത്തി തൻ്റെ മകളെ കൃത്യസമയത്ത് ആശുപത്രിയിൽ എത്തിച്ചിരുന്നുവെങ്കിൽ ചിലപ്പോൾ അവളുടെ ജീവൻ രക്ഷിക്കാൻ കഴിയുമായിരുന്നില്ലേ ഒരു ഡോക്ടർ എന്ന നിലയിൽ കൂടി കൂടുതൽ ഉത്തരവാദിത്വം സിറിയക്കിനില്ലേ എന്ന ചോദ്യമാണ് കുടുംബം ഉന്നയിക്കുന്നത്. അത് തന്നെയാണ് പ്രതിഷേധത്തിനും കാരണവും. ശരി, എന്തായാലും പ്രതി സിറിയക്കിന്റെ പിതാവിനെയും ഇപ്പോൾ പ്രതി ചേർക്കാനുള്ള സാധ്യതയാണ് നവമി പറയുന്നത്. എന്താണെങ്കിലും അയാൾ അറസ്റ്റിലായിട്ടുണ്ട്. പ്രതിയുടെ പിതാവ് ഇയാളെ ഒളിവിൽ പോകാൻ സഹായിച്ചു എന്നുള്ള കാര്യം കൂടി കണക്കിലെടുത്താണ് ഈ അറസ്റ്റ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.